കൂരയിൽ നിന്നിറങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് കൊമ്പുള്ള ഒരു തെങ്ങ് പൊലിച്ചത് കാണാം. അത് കണ്ടാൽ നേരെ കുത്തനെ കീഴോട്ട്. അവിടെ നിന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ആലും മാവും ഒന്നിച്ച് കാണാം. നേരെ തെക്കോട്ട്. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ കാന്തന്റെ കണ്ണീരൊഴുകിയ തോട് കാണാം. എൻ്റെ കൂര പോലെ ഒരു കൂര, എല്ലാം അതുപോലെ തന്നെ. അതെ, ആരും ഇല്ലേ ഇവിടെ? ആരും ഇല്ലേ? ആരാ? തള്ള പറഞ്ഞയച്ചതാ. എല്ലാം തള്ള പറഞ്ഞോണം പോലെ തന്നെയുണ്ട്. തള്ള എന്താ പറഞ്ഞത്? ഈ കൂര എൻ്റെ കാന്തയെപ്പോലൊരുത്തി, അതേ നിറം, അതേ ഉയരം, അതേ തടി, അതേ ഒച്ച. പിന്നെ തള്ള പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കവിളത്ത് കാലണക്കോലത്തിൽ ഒരു മറുകുണ്ടാവുന്നു. പക്ഷേ കാന്തയ്ക്ക് ഈ മറുകില്ല. ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ? ഒരു ചുക്ക് കാപ്പി എടുക്കട്ടെ? മഴക്കാലം ഇത്തവണ നേരത്തെ തുടങ്ങി. അതെ, നേരത്തെ തുടങ്ങി. ഇങ്ങനെ പോയാല് ഈ മഴക്കാലം എങ്ങനെയാ കഴിച്ചു കൂട്ടുക? മണ്ണെവിടെയാ കുഴയ്ക്കുക? എവിടെ വേണമെങ്കിലും കുഴച്ചോളൂ. പിന്നെ സഹായിക്കാൻ ഒരാൾ വേണം. ഒരാള് ഞാൻ മതിയാവില്ലേ? ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, അതൊന്നുമില്ല. ഇവിടെ ഒരാളുണ്ട്. ഒരു പണി എടുക്കൂല. കെട്ടിയവനാണോ? അങ്ങനെയും പറയാം. ചിലരങ്ങനെ പറഞ്ഞാൽ കേൾക്കത്തില്ല. ജോലി എടുക്കാനുള്ള മടിയാ. ഒക്കെ ശരിയായിട്ടില്ലേന്ന് നോക്ക്. നന്നായിട്ടുണ്ടല്ലോ. ഇത്ര നന്നായി പണിയെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇതെന്ത് പണി? ഇതൊന്നും ഒരു പണിയേ അല്ല. ഒരാഴ്ച കൊണ്ടല്ലേ തീർത്തത്? ഒരാഴ്ച പോയത് ഞാൻ അറിഞ്ഞില്ല. ദാ കൂലി എണ്ണി നോക്ക്. പോരെങ്കിൽ പറഞ്ഞാ മതി. പണി ഇഷ്ടായി. ചോദിക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. എന്നെ ഇഷ്ടമായോ?
ഞാനെന്ത് പറയാനാ? ഇഷ്ടമായി എന്ന് പറഞ്ഞ ഞാൻ എന്റെ കെട്ടിയനോട് ചെയ്യുന്ന വഞ്ചനയാവും. ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ നിങ്ങളോട് ചെയ്യുന്ന വഞ്ചനയും. ഞാൻ കൂടെ വരട്ടെ? വരണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാവും. വരാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയോട് ചെയ്യുന്ന വഞ്ചനയും. കാന്തേ കാന്തേ എത്തിയോ? ഇതാ നിന്റെ പണം. ആ, ഒരുപാട് യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ? ഒരു ചുക്കാപ്പി എടുക്കട്ടെ? നിന്റെ ഒരു ചുക്ക് കാപ്പി എനിക്ക് വേണ്ട. കുടിച്ചു മടുത്തു. എന്താടി നീ വിചാരിച്ചത്? ഞാൻ എന്ത് വിചാരിച്ചു എന്നാ കാന്തം പറയണത്? ഉള്ളതുപോലെ പറഞ്ഞു. ഞാൻ ഇവിടെ ഇല്ലാത്ത ആരാ വന്നത്? ആര് വരാൻ? ഞാൻ ഇവിടുന്ന് പോയിട്ട് ഒരാഴ്ച ആയില്ലേ? ഇന്നേക്ക് 8 ദിവസം. അതിനിടയ്ക്ക് ഇവിടെ ആരാ വന്നതെന്ന്? ആ, കൂരയൊക്കെ മേഞ്ഞിട്ടുണ്ടല്ലോ, അടുക്കള ശരിയാക്കിയിട്ടുണ്ട്. ആരാടിയാ പണിക്കാരൻ? അത് തള്ള പറഞ്ഞിട്ട് ഒരാൾ വന്നിരുന്നു. എന്നിട്ടെന്താ, നന്നായി പണിയെടുത്തു, ചെയ്ത പണിക്ക് കൂലിയും കൊടുത്തു. എന്നിട്ടെന്താ, അയാള് പോയി. പോവാൻ അയാൾക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതെന്താ? അയാൾക്ക് എന്നെ ഇഷ്ടമായി. ഏ? പക്ഷെ അയാള് പോയി. എന്തിനാണെന്നറിയോ? പോയില്ലെങ്കിൽ അയാളുടെ കെട്ടിയോളോട് ചെയ്യുന്ന വഞ്ചനയാവില്ലേന്ന്. അയാള് പോയി. ആള് കാണാനെങ്ങനെ? കാണാനോ? കാണാൻ നിങ്ങള് തന്നെ. പുറത്ത് മഴ പെയ്യാണ്. കൂരയുടെ അകത്ത് ആ മഴ കൊള്ളില്ല. ആ മഴ കൊള്ളണമെങ്കിൽ കൂര ചോരണം. അല്ലെങ്കിൽ കൂരേന്നിറങ്ങണം, ഒന്നിച്ചു ചേരണം. എന്നിട്ട് ഒന്നിച്ചാ മഴ കൊള്ളണം. കൊള്ളാത്ത മഴ എന്തിനു കൊള്ളാം?